കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ദൈവവചനത്തിൻ്റെ ചില സന്ദേശങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ മുന്നോട്ട് വരുന്ന ഒരു ദൈവ പൈതൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവ സാന്നിധ്യത്തിൽ നിലകൊള്ളുക, അല്ലെങ്കിൽ നിരന്തരമായി സാന്നിധ്യം അനുഭവിക്കുവാൻ സമയമെടുക്കുകയും അതിനുവേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. വലിയ പദവി എന്ന് പറയുന്നത് സകലത്തെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുക എന്നുള്ളതാണ്. സാന്നിധ്യം അനുഭവിക്കാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. അപ്പോൾ മാത്രമാണ് നമ്മൾ വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പുകളിലും ദൈവത്തിന്റെ പ്ലാനുകൾ, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഉള്ളിൽ മറച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങളെ ദേശങ്ങളിലും കുടുംബങ്ങളിലും വ്യക്തികളിലേക്കും തുറന്നു വിടുവാൻ സാധിക്കുകയുള്ളൂ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് രാവിലെ ദൈവ സാന്നിധ്യം അനുഭവിച്ചുള്ളൊരു ജീവിതം എനിക്ക് വേണമെന്ന് പറയുന്നവർ? ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വർഷങ്ങളായി സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാതെ അടഞ്ഞു പോയ ചില മേഖലകളെ ഈ മീറ്റിങ്ങിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് തുറക്കാൻ പോവുകയാണ്. നിന്റെ വീട് ഏതിന് തുല്യമായി മാറാൻ പോകുകയാണ്. നിനക്ക് വേണ്ടത് മുഴുവനും അസാധാരണമായി അനുഭവിക്കുന്ന തരത്തിലേക്ക്, ഞെരുക്കമല്ല, തളർന്നു പോകുന്ന അനുഭവങ്ങളല്ല, അധികം അനുഭവിക്കുന്ന തരത്തിലേക്ക് സാന്നിധ്യം ഈ സമയം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ അതെല്ലാവർക്കും ആ പദവി ഇല്ല. സാന്നിധ്യം ചിലർക്ക് മാത്രമേ പഴയ നിയമത്തിൽ ലഭിച്ചിട്ടുള്ളൂ. നമുക്കത് വ്യക്തമായിട്ട് അറിയാം. പഴയ നിയമത്തിലെ എല്ലാവരുടെ മേൽ ഇത് വന്നിട്ടില്ല. പ്രത്യേകമായി ഈ സാന്നിധ്യം ചുമക്കാൻ, ഈ സാന്നിധ്യം അനുഭവിക്കുവാൻ ചിലരെ ദൈവം തെരഞ്ഞെടുത്ത് വിളിക്കും നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ഒരു സന്തോഷ വർത്തമാനം ഞാൻ പറയാം. പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരുടെ ഞാൻ പറയാം, ഒരു പുതിയ നിയമ വിശ്വാസിക്ക് യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്, സ്വർഗാരോഹണം ചെയ്തതുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചത് കൊണ്ട് ആ പദവി പുതിയ നിയമത്തിലെ എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചു. അത് വിശ്വസിക്കുന്നവർ കരം ഉയർത്തിക്കൊണ്ട് രാമേൻ പറഞ്ഞാട്ടെ. പുതിയ നിയമത്തിന്റെ വിശ്വാസിയോട് ഞാൻ പറയാം, സാന്നിധ്യം അനുഭവിച്ച് അതിൽ സന്തോഷിച്ച് ജീവിക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. നീ സാന്നിധ്യം അനുഭവിക്കും തോറും നന്മയും കരുണയും നീ തേടി പോകണ്ട, നിന്റെ പിന്നാലെ വരാൻ തുടങ്ങും. വിശ്വസിക്കുന്നവർ നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. അപ്പൊ പുതിയ നിയമത്തിൽ എല്ലാവർക്കും ഈ പദവിയുണ്ട്. അപ്പോൾ ഞായറാഴ്ച ചർച്ചിൽ പോകുക, അല്ലെങ്കിൽ പള്ളിയിൽ പോകുക എന്ന് ആൾക്കാർ പറയുന്നു. അങ്ങനെയല്ല പറയേണ്ടത്. ദൈവസന്നിധിയിലേക്ക് പോകുക, ആ സാന്നിധ്യത്തിലേക്ക് നമ്മൾ ചെല്ലുക, ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ എൻജോയ് ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ചൊരു വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥന വേണ്ട. സാന്നിധ്യത്തിലേക്ക് നീ വരുമ്പോൾ തന്നെ നിന്റെ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കും. ഇന്ന് ഈ സമയം പരിശുദ്ധാത്മച്ചോട് പറയുക, നാളുകൾ കൊണ്ട് നടക്കാത്ത ചില പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി ഈ സെക്കൻഡിൽ വെളിപ്പെടാൻ പോകുന്നത് കൊണ്ട് ഇപ്പോൾ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ നിന്റെ ശരീരവും മനസ്സും വിട്ടുകൊടുത്താൽ ഉറപ്പാ ഒരു വലിയ സൗഖ്യം, ഒരു വലിയ വിടുതല് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കുകയാ. കരമടിച്ച് ആത്മാവിൽ അല്പസമയം സാന്നിധ്യത്തിൽ ചലിച്ചാട്ട്. ശമനഘടക ജാനഘടക സ്മനാദി അർത്ഥൽക്കമനഘടക അസാധാരണമായ ദൈവ സാന്നിധ്യം ചിലർ അനുഭവിക്കാൻ പോകുക. വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞാട്ടെ. പഴയ നിയമത്തിൽ എല്ലാവരുമല്ല, മോശയെ ദൈവം പർവ്വതത്തിലേക്ക് വിളിച്ചല്ലേ? ഒരു സാന്നിധ്യം അനുഭവിക്കാൻ മോശയെ വിളിച്ചു.
ജോഷുവ താഴ്വരയില, ആ പാറയുടെ എവിടെയോ ഉണ്ട്. പക്ഷെ പർവ്വതത്തിന്റെ മുകളിൽ സാന്നിധ്യത്തിലേക്ക് ആര് കയറി? ഓ, മോസസ് കയറി അല്ലേ. ഉൽപ്പത്തി പുസ്തകം എഴുതിയത് മോസസ് അല്ലേ. പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിലെ ആരംഭം മുതൽ കണ്ടോ, സംഭവിച്ച സൃഷ്ടിപരമായ സകലതും മോസസ് കണ്ടിട്ടില്ല. പക്ഷെ സാന്നിധ്യത്തിലേക്ക് കയറിയപ്പോൾ ശരിക്കും മോസസിനെ ദൈവം കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തത് കൊണ്ട് ആ കൃത്യതയോടെ താൻ എഴുതി വെച്ചു. ഓരോ ഭാഗങ്ങളും ഉൽപ്പത്തി 1 മുതൽ വായിച്ചാൽ ഒരു ചിത്രം കാണുന്നത് പോലെ സാന്നിധ്യത്തിന്റെ അകത്തിരുന്ന് ആമേൻ താൻ ജനിക്കുന്നതിന് കാലങ്ങൾക്ക് പിറകിൽ നടന്നത് വ്യക്തമായി കാണിച്ചു കൊടുത്തെങ്കിൽ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സാന്നിധ്യത്തിൽ നിറയുകയാ നീ. ആമേൻ. കഴിഞ്ഞ കാലങ്ങളിലുള്ള ചിലത് നിന്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകയാ. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും എൻ്റെ ദൈവമായി സാന്നിധ്യത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിന്റെ കണ്ണിൽ വെളിപ്പെടുത്താൻ പോകയാ. വിശ്വാസമുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. നിന്റെ ലൈഫ് തിരിയാൻ പോകയാ. നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വമായി അറിയപ്പെടാൻ പോകയാ. ശബനഘടക വൈഡമനഘടകസ്മന അംബൽകമനഘടകസ്മനാദിയ. നമുക്കറിയാം, വേദപുസ്തകത്തില് ആവർത്തന പുസ്തകം 10-ാം അധ്യായം 8-9 വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ലേവ്യ പുരോഹിതന്മാരോട് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ദൈവസന്നദ്ധിയിൽ കയറി വരാൻ പറഞ്ഞു. കണ്ടോ, ആ സാന്നിധ്യമുള്ളിടത്തേക്ക് വന്ന് യാഗമർപ്പിക്കണം, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞു. കണ്ടോ, അവരോട് വീണ്ടും ദൈവം പറഞ്ഞു, സാന്നിധ്യമുള്ള പെട്ടകം നിങ്ങൾ ചുമക്കണം. ഓ, എന്നിട്ട് എന്ത് ചെയ്യണം? ജനത്തെ അനുഗ്രഹിച്ചോളാൻ പറഞ്ഞു. എത്ര വലിയ പദവി അവർക്ക് കിട്ടിയത്! ദൈവ സാന്നിധ്യത്തിലേക്ക് വരാൻ പറഞ്ഞു, ശുശ്രൂഷിക്കാൻ പറഞ്ഞു, ആ പെട്ടകം ചുമക്കാൻ പറഞ്ഞു. സാന്നിധ്യം അനുഭവിക്കുന്ന പുരോഹിതന്മാരോട് പറഞ്ഞു, നിങ്ങൾ ജനത്തെ അനുഗ്രഹിച്ചോളാൻ പറഞ്ഞു. ഓ, ലേവ്യ ഗോത്രത്തിലെ പുരോഹിതന്മാരോട് പറഞ്ഞു, ദൈവ സന്നിധിയിൽ എൻജോയ് ചെയ്തോളാൻ പറഞ്ഞു. ഓ, ദൈവ സാന്നിധ്യത്തിൽ ശുശ്രൂഷിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദൈവമക്കളെ അനുഗ്രഹിച്ചോളാനും പറഞ്ഞു. ഇന്ന് ഈ സമയത്ത് പരിശുദ്ധാത്മ പറയുക, പുരോഹിതന്മാർ മറ്റുള്ളവർക്കൊരു ബ്ലെസ്സിങ് ആയി. അങ്ങനെയെങ്കിൽ നീ വേറെ ആർക്കെങ്കിലും, നിന്റെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ സ്വന്തം മിത്രാദികൾക്കോ നീ ഒരു അനുഗ്രഹമാകണമെങ്കിൽ ബൈബിളിലെ 10 വാക്യങ്ങൾ കാണാപ്പാഠം പഠിച്ചാൽ പോരാ. ഓ, മാറ്റമില്ലാത്ത പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇപ്പോൾ നീ അനുഭവിക്കാൻ തുടങ്ങണം. നീ അനുഭവിക്കാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതം കൊണ്ട് അനേകർ അനുഗ്രഹിക്കപ്പെടുകയാ. സാന്നിധ്യമുള്ള ഒരുവൻ കരം വച്ചാൽ, സാന്നിധ്യമുള്ള ഒരുവൻ ഒരു വീട്ടിൽ കയറിയാൽ, സാന്നിധ്യമുള്ള ഒരു വ്യക്തിയെ നോക്കി ചിരിച്ചാൽ, കരം കൊടുത്താൽ, അസാധാരണമായ കുടുംബവും വ്യക്തിയും വിടുവിക്കപ്പെടും. ഈ സമയം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ മീതെ ദൈവ സാന്നിധ്യത്തിന്റെ പകർച്ച ഉണ്ടാകുക. ഭാഷകൾ പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു, മനസ്സ് തുറന്നു, ശരീരം ഇതിലേക്ക് വിട്ടുകൊടുത്തു. ഇന്ന് വരെ നീ അനുഭവിക്കാത്ത വലിയ ദൈവ സാന്നിധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ നിറയ്ക്കുകയാ. സ്വർഗം ആഗ്രഹിക്കുന്ന എന്താ? ദൈവ സാന്നിധ്യത്തിലേക്ക് ഒരു വ്യക്തി കയറുമ്പോൾ ആ വ്യക്തി ഒത്തിരി പേർക്ക് ബ്ലെസ്സിങ് ആവും. അതുകൊണ്ടല്ലേ മോശയെ സാന്നിധ്യത്തിലേക്ക്, ഹോരോബിലേക്ക് ദൈവം കയറ്റിയിട്ട്, കണ്ടോ, ആ സാന്നിധ്യം അനുഭവിച്ച വ്യക്തി ഇറങ്ങുമ്പോൾ 430 വർഷം ബന്ധിക്കപ്പെട്ട ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് വിടുതലായില്ലേ? ഓ, ഒരു മോസസ് സാന്നിധ്യം അനുഭവിച്ചപ്പോൾ ഒരു രാജ്യം വിടുവിക്കപ്പെട്ടില്ലേ? എത്ര പേര് വിശ്വസിക്കുന്നു നിന്റെ ശുശ്രൂഷ ചേഞ്ച് ആകാൻ പോകയാ? ഓ, റബനഘടകസ്മന ആർത്തൽക്കമനഘടകസ്മന 100 പേർക്ക് വേണ്ടിയല്ല, 1000 പേർക്ക് വേണ്ടിയല്ല, ഒരു രാജ്യം മുഴുവനും വിടുവിക്കപ്പെടാൻ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു മോസസ് മതിയെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ സാന്നിധ്യം ചിലരുടെ മേൽ തുറക്കുക.
സാന്നിധ്യം ചെടമേൽ ഭയങ്കരമായി പകരുക. വിശ്വസിക്ക്. നിന്നെ എന്തിനു കൊള്ളാമെന്ന് വീട്ടുകാർ ചോദിച്ചല്ലേ, നാട്ടുകാർ ചോദിച്ചല്ലേ. പഠിക്കാൻ പോയിട്ട് അവിടെ നീ രക്ഷപ്പെട്ടില്ല, ജോലിക്ക് പോയിട്ട് രക്ഷപ്പെട്ടില്ല. എന്നാൽ ഇന്ന് ഈ സമയം സാന്നിധ്യത്തിലേക്ക് നീ കയറിയിരിക്കാമെങ്കിൽ നിന്നെ വേണ്ടെന്ന് പറഞ്ഞ ചിലര് വേണമെന്ന് പറയുന്ന തരത്തിൽ നിന്റെ മേൽ അസാധാരണമായ സാന്നിധ്യത്തിന്റെ പകർച്ച, നീങ്ങിപ്പോകാത്ത ദൈവ സാന്നിധ്യം ഇപ്പോൾ പകരപ്പെടുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവ് കാണിക്കുകയാ. ഈ മെസ്സേജ് നീ കണ്ടോണ്ടിരിക്കുമ്പോൾ, കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ മീതെ അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച സംഭവിക്കുന്നു. കരമടിച്ചങ്ങ് ആരാധിച്ചോ, ശക്തിയോടെ കരമടിച്ചങ്ങ് ആരാധിച്ചോ. ഭയങ്കര ദൈവപ്രവൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവ സാന്നിധ്യം നിന്റെ മേൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ, നീ ഒരാളെ തൊട്ടാൽ മതി, ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടും. സാന്നിധ്യം അനുഭവിക്കുന്ന നിന്റെ മുമ്പിലേക്ക് ചില യൗവനക്കാരെ, ദൈവവേലയ്ക്ക് വിളിയുള്ളവരെ നീയുമായി കണക്ട് ചെയ്യും. അതോടെ അവരുടെ ജീവിതം തിരിയും. കുറനക്കാരനായ ഷീമോന്റെ വരവ് കണ്ടോ? യേശു ക്രൂശ് ചുമന്നുകൊണ്ടാ പോകുന്നത്, പക്ഷെ സാന്നിധ്യം വിട്ടു മാറിയിട്ടില്ല. യേശു ജനിച്ചത് പരിശുദ്ധാത്മാവോ, വളർന്നത് പരിശുദ്ധാത്മാവില. റോമക്കാരും യഹൂദന്മാരൊക്കെ ചേർന്ന് യേശുവിനെ തകർക്കാൻ നോക്കിയാലും ക്രൂശ് ചുമന്നുകൊണ്ടാ വരുന്നെങ്കിലും സാന്നിധ്യമുള്ളവന്റെ അടുക്കലേക്ക് വരുന്ന വരവ് കണ്ടോ? കുറനക്കാരന ഷീമോന്റെ ചരിത്രം മാറിയത്. സാന്നിധ്യമുള്ളവന്റെ വരവ് കണ്ടോ? ആ യേശുവുമായിട്ടുള്ള അഭിമുഖമായി, അല്ലെങ്കിൽ യേശുമായി ചേർന്ന് നിന്നപ്പോൾ സാന്നിധ്യം വഹിക്കുന്നവൻ ചേർന്ന് നിൽക്കുമ്പോൾ കുറേനക്കാരനായ ശീമോനും തൻ്റെ കുടുംബവും ചരിത്രത്തിൽ അറിയപ്പെടുന്നവരായി മാറിയെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ സകല സ്ഥിതിയും മാറി. അവരുടെ തലമുറകൾക്ക് മാറ്റം സംഭവിച്ചു. അവര് താമസിച്ച ഇടത്തിന് മാറ്റം വന്നു. ആ വീടിന്റെ അകത്തുനിന്ന് പ്രവാചകന്മാർ എഴുന്നേൽപ്പിച്ചു, കാലഘട്ടത്തിന്റെ അപ്പോസ്തലന്മാർ എഴുന്നേൽപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരാളും നിന്നെ കൈവച്ച് പ്രാർത്ഥിക്കാൻ നിന്റെ അടുക്ക് വന്നില്ലെങ്കിലും നീ സാന്നിധ്യത്തിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുത്തേ, ശരീരം വിട്ടുകൊടുത്തേ, മനസ്സൊന്ന് വിട്ടുകൊടുത്തേ. ആയിരങ്ങൾ നിന്റെ മുമ്പിൽ വരും, ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ്. സാന്നിധ്യം മതി നിനക്ക്. വിശ്വസിക്കുന്നവൻ ആമേൻ പറഞ്ഞു. സാന്നിധ്യമുള്ളവൻ ഒരു വീട്ടിൽ കാലുകുത്തിയാൽ ആ ഭവനം അനുഗ്രഹിക്കനഘടക വൈഡ പ്രവചാനകസ്മനാദി. സാന്നിധ്യമുള്ളവൻ ഒരു വീടിന്റെ അകത്തേക്ക് കയറിയാൽ മതി, അവൻ അങ്ങനെയെങ്കിൽ ഇങ്ങനത്തെ ഒരു ലെവൽ ഓഫ് ഗ്രേസിന്റെ അകത്തേക്ക്, സാന്നിധ്യത്തിന്റെ അകത്തേക്ക്, സാന്നിധ്യം ചുമക്കുന്ന വ്യക്തിയായി നിന്നെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോവുക. ആമേൻ പറഞ്ഞു സ്തുതിച്ചോ, ശക്തമായി സ്തുതിച്ചോ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതം മാറാൻ പോവുക. ഇപ്പോൾ ഈ മെസ്സേജ് ഇത് കേട്ടോണ്ടിരിക്കുമ്പോ തന്നെ ചില ശരീരങ്ങളെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്ന കാണാം. സാന്നിധ്യത്തിൽ നിന്റെ ബലഹീനത മാറുക, ശരീരത്തിന്റെ പെയിൻ വിട്ടു മാറുക. ശമനഘടകസ്മന. ഇപ്പോൾ സൗഖ്യങ്ങൾ നടക്കുന്ന എനിക്ക് കാണാം. ഭയങ്കര ഡെലിവറൻസ് അതിനകത്ത് നടക്കുന്ന കാണാം. വഴികൾ തുറന്നു വരുന്ന കാണാം ഇപ്പോൾ തന്നെ. നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്തേക്ക് വരുന്ന സമയത്ത് 6 ലക്ഷം കുടുംബങ്ങൾ അല്ലേ, അവരുടെ മുമ്പിൽ മരണയോർദാൻ നിൽക്കുന്ന കണ്ടോ? എങ്ങനെയാ മരണയോർദാൻ മാറിയത്? സാന്നിധ്യത്തിന്റെ പെട്ടകൻ ചുമന്ന പുരോഹിതന്മാർ യോർദാനിൽ കാലുകുത്തിയപ്പോഴാ മരണയോർദാൻ മാറിയത്. സാന്നിധ്യം അനുഭവിക്കുന്ന, ആ സാന്നിധ്യം ചുമക്കുന്ന, അല്ലെങ്കിൽ ആ പെട്ടകമായി നിന്നപ്പോഴല്ലേ ഒരു മാറ്റം ഉണ്ടായേ. ഞാൻ ദൈവാത്മാവിൽ പ്രവചിക്കുന്നു, വചന വെളിപ്പാടിൽ ഒരു പ്രവചന ദൂത് പറയുക.
ഒരു വീടിന്റെ അകത്ത് സാന്നിധ്യം അനുഭവിക്കുന്ന അപ്പനും മക്കളും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ, നിന്റെ മക്കൾക്ക് വേണ്ടി ഇനി ഒരു വാതിലും അടഞ്ഞു കിടക്കത്തിൽ ഒരു ഭയങ്കര ഡോർ ഓപ്പൺ ആകാൻ പോകുക. ശക്തമായി പ്രാർത്ഥിച്ച് അപ്പനും അമ്മയും അവരുടെ തലമുറകൾ അങ്ങ് മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലൊക്കെ ദൈവം ഉയർത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ പഠിത്തം കൊണ്ടോ അവരെ കഴിവ് കൊണ്ടൊന്നും അല്ല തലമുറകൾ രാജ്യങ്ങളിൽ എത്തിച്ചേർന്നത്. പഠിച്ച പലരും നാട്ടിൽ തന്നെ കൂലിവേല ചെയ്യുമ്പോൾ ആമേൻ, ഒരു വിദ്യാഭ്യാസത്തിൽ കയറി വരാത്ത ചില തലമുറ പോലും രാജ്യങ്ങളിൽ നന്മ അനുഭവിക്കാൻ കാരണം അവരുടെ അപ്പനും അമ്മയും സാന്നിധ്യം വഹിച്ചതുകൊണ്ട്, ഇടിവിൽ നിന്നതുകൊണ്ട്. സാന്നിധ്യം വഹിക്കുന്നവർ വീട്ടിലുണ്ടെങ്കിൽ തലമുറകളെ ദൈവാത്മാവ് രാജ്യങ്ങളിൽ ഉയർത്താൻ പോകുക. വിശ്വസിക്കുന്നവർ കരമടിച്ചങ്ങ് ഏറ്റെടുത്തോ. നിന്റെ തലമുറയുടെ അടുത്ത പഠനം അല്ലെങ്കിൽ അടുത്ത ജീവിതമാർഗം എന്തെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ, ഏത് പഠിപ്പിക്കണം, എങ്ങോട്ട് അയക്കണമെന്ന് അറിയാതെ, സാമ്പത്തികമാണെങ്കിൽ കയ്യിലില്ല, സഹായിക്കാൻ ആളില്ല. ഇന്ന് മാതാപിതാക്കളോട് ഞാൻ പറയാം, നിന്റെ മക്കൾക്ക് വേണ്ടി നീ ഇപ്പോൾ സാന്നിധ്യത്തിൽ നിരിക്കാൻ തീരുമാനമെടുക്ക്. അപ്പനും അമ്മയും സാന്നിധ്യം ചുമക്കുന്നവരായി വഹിക്കുന്നവരായി ഒന്ന് നിൽക്കാമെങ്കിൽ നിന്റെ തലമുറ കടല് കടക്കാൻ പോകുക. രാജ്യങ്ങളിലേക്ക് നിന്റെ മക്കളെ അയക്കാൻ പോവുക. ഒരു വലിയ നന്മ ദൈവം അവരുടെ കൈകളിൽ എത്തിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ റമനഘടകസ് മക്കൾക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവ് കാണിക്കുക. യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചു. യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചു. റമനഘടക വൈഡപ്രവചന ഹസ്തൽക്കമനഘടകം വേദമനഘടക പ്രവചന ഗച്ഛസ്മനാദിയ കരമടിച്ചുകൊണ്ട് തന്നെ സ്വീകരിച്ചു. ഈ മണിക്കൂറിൽ തലമുറയുടെ ഭാവി എന്താകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കാതെ നീ സാന്നിധ്യത്തിലിരിക്കെ. മത്സല്യ മാതാവിനോടും പിതാവിനോടും പരിശുദ്ധാത്മ ദൂത് പറയുകയാ, സാന്നിധ്യത്തിലിരിക്കെ. നിന്റെ മക്കളെ ദൈവാത്മാവ് വഴിതിരിച്ചു വിടാൻ പോവുക. ദൈവം എത്തിക്കാൻ പോകുന്ന പദവിയിലേക്ക്, രാജ്യങ്ങളിലേക്ക്, അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് തലമുറകളെ കടത്തിവിടുക. അവരുടെ പഠിത്തം കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല, മറിച്ച് സാന്നിധ്യം അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ടോ, നിന്റെ മക്കൾ രാജ്യങ്ങളിലെത്താൻ പോവുക, പദവികളിലേക്ക് കയറാൻ പോവുക, നന്മ അനുഭവിക്കാൻ പോവുക, ആത്മീകത്തിലും ഭൗതികത്തിലും ഉയർത്താൻ പോവുക. കരമടിച്ചോണ്ട് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. ശബനഘടക ചൂടമനഘടക പ്രബധനഗച്ഛസ്മനാദിയാന്തര. അപ്പൊ സാന്നിധ്യം നമ്മൾ ഏറ്റെടുക്കണം. ഒരു സാന്നിധ്യത്തിന്റെ പകർച്ച ഇപ്പോൾ സംഭവിക്കുക കേട്ടോ. സാന്നിധ്യം ചുമന്നുകൊണ്ടൊരു വീട്ടിൽ പോയാൽ ആ സാന്നിധ്യമുള്ളവൻ കയറി ചെല്ലുന്നിടത്ത് വലിയ വാതിലുകൾ ദൈവം തുറക്കും. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ കുടുംബങ്ങൾക്ക് വേണ്ടി വാതിലുകൾ ദൈവം തുറക്കുക. സാമ്പത്തിക വാതിലുകളെ തുറക്കുന്നു കേട്ടോ. വിവാഹം മുടങ്ങിക്കിടക്കുന്ന ചിലര് ഈ ജൂലൈ മാസം റെഡി ആയിക്കോ. ചില നല്ല കുടുംബങ്ങളുമായി നിങ്ങളെ കണക്ട് ചെയ്യിക്കാൻ പോവാ ദൈവം. സാന്നിധ്യം അനുഭവിക്കുന്ന ചില ചെറുപ്പക്കാരുടെ ഞാൻ പറയാം, വലിയ ഹീലിംഗ് മിനിസ്ട്രി ഓപ്പൺ ആയി വരുന്നൊരു കാഴ്ച. ശമനഘടക സ്മനാദിയന്തര കർത്താവിനെ കാണിക്കുന്നു. ഒരു പ്രദേശം മുഴുവനും അവകാശവാദം പറഞ്ഞ് പിശാച് ബന്ധിച്ചു വച്ചിടത്ത് സാന്നിധ്യമുള്ള ചിലരെ അയക്കാൻ പോവുക. രക്ഷയുടെ വാതിൽ തുറക്കാൻ പോവുക. ആ പ്രദേശം മുഴുവൻ രക്ഷിക്കപ്പെടാൻ പോവുക, സ്നാനപ്പെടാൻ പോവുക. ഒരു ഉണർവ് അവിടെ സംഭവിക്കാൻ പോവുക. ചില യൗവനക്കാരെ കർത്താവ് സാന്നിധ്യത്താൽ അയക്കാൻ പോവുക. ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ പറയാം, ആരുടെയെങ്കിലും സഹായമല്ല നിനക്ക് വേണ്ടത്, മറിച്ച് നിനക്ക് വേണ്ടത് ദൈവ സാന്നിധ്യമാണ്. വായ തുറന്ന് ദൈവത്തെ ശക്തിയോടെ സ്തുതിച്ചിട്ട് പറ, എനിക്ക് ആ സാന്നിധ്യം മതി എന്ന് പകരി. റബനഘടകസ്മന. അപ്പോ